ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫങ്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഫങ്ഷൻസ് നമ്മുടെ മൊഡ്യൂൾ 2-ലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇൻവെസ്റ്റ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 3 ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. നിയോ ക്ലാസിക്കൽ, കെയ്നീഷ്യൻ, അങ്ങനെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് തിയറീസ്, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനും പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനീഷ്യലി വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, what is the which of the following is not a determinant of investment in macroeconomics? മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി സംസാരിക്കുമ്പോഴേക്കും അതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് അല്ലാത്തത് ഏതാന്നുള്ളതാണ്. ഈ ഓപ്ഷൻസിലുള്ളതിനകത്ത് ഏതാണ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. മെയിൻ ആയിട്ട് 2-3 കോൺസെപ്റ്റ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ നമുക്ക് ഡിമാൻഡ് പറയുമ്പോഴേക്കും ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയില്ല. അപ്പൊ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇതിനകത്ത് ഏതാണ് ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലാത്തതെന്നുള്ളത് ഏതാണ്? ഇൻട്രസ്റ്റ് റേറ്റ്, ബിസിനസ് എക്സ്പെക്ടേഷൻ, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, നാഷണൽ ഇൻകം. ഏതാണ് ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യാത്ത ഫാക്ടർ? Among these options, option C ആണ് റൈറ്റ് ആൻസർ. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ആണ് ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്, അല്ലേ? ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇൻഫ്ലേഷൻ ഇല്ല, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ആൻഡ് മെയിൻ ആയിട്ട് എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കോർ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ്, അതേപോലെ തന്നെ ബിസിനസ് എക്സ്പെക്ടേഷൻസ്. അതായത് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യണത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നോക്കിയിട്ടാണ്. ഇപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റ് ഇത് നമുക്ക് ബെറ്റർ എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബെറ്റർ റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതല്ല ബെറ്റർ എക്സ്പെക്ടേഷൻ അല്ല എന്നാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് റിലക്റ്റന്റ് ആയിരിക്കും. അപ്പൊ ബിസിനസ് എക്സ്പെക്ടേഷൻ ഒരു കോർ ഡിറ്റർമിനന്റ് ആണ്, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അതേപോലെ തന്നെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനെ നമുക്കിപ്പോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഡിപെൻഡ് ചെയ്യണത് നമ്മുടെ നാഷണൽ ഇൻകം നോക്കിയിട്ട്. നമുക്ക് ബെറ്റർ നാഷണൽ ഇൻകം ആണ് ഉള്ളതെങ്കിൽ നമ്മുടെ എന്താ പറയാ കൺട്രി ഒരു ബൂസ്റ്റ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് കണ്ടിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരും. അപ്പൊ നാഷണൽ ഇൻകവും ഇൻവെസ്റ്റ്മെന്റിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഇൻഫ്ലേഷൻ മാത്രമാണ് ഒരു കോർ ഡിറ്റർമിനന്റ് അല്ലാണ്ടുള്ളത്. ഇൻഫ്ലേഷൻ ഇൻഡയറക്ട്ലി ആണ് ഇൻവെസ്റ്റ്മെന്റിനെ എഫക്ട് ചെയ്യുന്നത്. Okay, so the right answer is option C. Next question, the investment function shows the relationship between investment and എന്താണ് investment function? The investment function shows the relationship between investment and എന്താണ് റിലേഷൻഷിപ്പ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? അതായത് ഓഫൺ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ റിലേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ടു നമ്മളിപ്പോ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കോർ ഡിറ്റർമിനൻസിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടാണ് കൂടുതലും റിലേറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കൂടുതലും എന്താ പറയാ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് ആസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് യൂഷ്വലി കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെന്റും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ബേസിക്കലി അല്ലെങ്കിൽ കോർലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ
ഈ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെ സ്റ്റേറ്റ് ചെയ്യണത്. ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പുമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇൻവെസ്റ്റ്മെന്റ് ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ investment and interest rate. Option B is the right answer. Now, third question. Investment decisions are influenced by. Investment decisions are influenced by. എങ്ങനെയാണ്? നിങ്ങൾ ആൻസർ അറിയാമെന്നാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. Investment decisions are influenced by. Investment decisions are influenced by. എങ്ങനെയാ? നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, MPK എന്ന് പറയുന്നത്. ഫേംസ് യൂഷ്വലി അസസ് ചെയ്യണത് വെദർ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വെദർ ഇൻവെസ്റ്റിംഗ് ഇൻ മോർ ക്യാപിറ്റൽ വിൽ ഈൽഡ് റിട്ടേൺസ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യണത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഇഫ് ഈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ MPK എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യണത് MPK എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ MPK ഷുഡ് ബി ഗ്രേറ്റർ ദാൻ കോസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമാണ്, കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും എന്നാണെങ്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ MPK ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, fourth question. Autonomous investment എന്താണ്? ഓട്ടോണമസ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യണത് പോലെ തന്നെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട്. ഓട്ടോണമസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇൻകം ചേഞ്ച് ചെയ്യണതിനനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡസൻ ചേഞ്ച് വിത്ത് ഇൻകം. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഡസൻ ചേഞ്ച് വിത്ത് ഇൻകം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, യെസ്, ഓപ്ഷൻ സി ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻകം ആണ്. ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താ പറയാ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഡസൻ ചേഞ്ച്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഫോർ പബ്ലിക് ഗുഡ്. അപ്പൊ അതെന്ന് പറയുന്നത് ഇൻകം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഓട്ടോണമസ് ആയിട്ട് ഡിസൈഡ് ചെയ്യാണ്, ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Option C is the right answer. Independent of income. Then induced investment ആ രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്കുള്ളത്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്താ നമ്മൾ പറയുന്നത് ഇൻകത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇൻകം ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓട്ടോണമസിന്റെ കേസിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ എന്തായിരിക്കും, ഇത് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ ചേഞ്ചസിനോട് ഡിപ്പെൻഡന്റ് ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇപ്പൊ ഇൻകം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, ഇൻ കേസ് ഇപ്പൊ ഇൻകം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് വേരി ചെയ്യും. ഇൻകം ലെവൽസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എന്താണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഫേംസ് എന്ത് ചെയ്യും, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. ബിക്കോസ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഔട്ട്പുട്ട് അവര് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിലും ചേഞ്ച് വരുവാണ്.
അപ്പൊ അതാണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡന്റ് ഓൺ ചേഞ്ചസ് ഇൻ ഇൻകം ഓർ ഔട്ട്പുട്ട് ആണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. മറ്റേന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. ഇൻകം ചേഞ്ച് ഉള്ളതൊന്നും തന്നെ ഇതിനകത്ത് അഫക്ട് ചെയ്യത്തില്ല. അതാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, ഡിപ്പെൻഡന്റ് ഓൺ ചേഞ്ചസ് ഇൻ ഇൻകം ഓർ ഔട്ട്പുട്ട്. സോ ഓപ്ഷൻ സി is the right answer. Now, sixth question, which of the following is an example of induced investment? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ എന്താണ് ഇതിനകത്ത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് ഇപ്പൊ എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ഡിമാൻഡും കൂടുവാണ്. ഡിമാൻഡ് കൂടുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ് കൂടും. അപ്പൊ അത് ഇപ്പൊ റോഡ് കൺസ്ട്രക്ഷൻ ബൈ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബിക്കോസ് ഇൻകം കൂടിയാലും ഇല്ലെങ്കിലും എന്താണ്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പൊ ആ ഒരു ഇൻകം ചേഞ്ചസ് ഇൻവെസ്റ്റ്മെന്റിനെ എഫക്ട് ചെയ്യുന്നില്ല. റോഡ് കൺസ്ട്രക്ഷൻ ബൈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ സംഭവിക്കുന്നത് വഴി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം, ഉണ്ടാവാണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ അതും ആ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. ബട്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഒരു ന്യൂ മിഷനറിയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ അത് എന്താണ്? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണ്? ഇൻകം ഇൻക്രീസ് ചെയ്യണതാണ്. അപ്പൊ ഇൻകത്തിൽ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ മിഷനറി ഡ്യൂ ടു റൈസിംഗ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് is an example of induced investment. So option B is the right answer. Seventh question, in the Keynesian theory, investment is determined by കെയ്ൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കെയ്നീഷ്യൻ തിയറിയുടെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കെയ്നീഷ്യൻ തിയറിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാ? യെസ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും MECയുമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കെയ്ൻസിന്റെ തിയറിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് MEC. ഈ രണ്ട് മോഡലാണ്. അതായത് MEC എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടഡ് റിട്ടേൺ ആണ്. MEC, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ആ ഒരു MEC ആണ് ഫേംസ് കമ്പയർ ചെയ്യുന്നത് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് ഫേംസ് ഈ MEC, എക്സ്പെക്ടഡ് റിട്ടേൺ വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കമ്പയർ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് MEC ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിറ്റർമിനൻസ് ഇൻ കെയ്നീഷ്യൻ തിയറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what does MEC stands for Keynesian theory? എന്തായിരുന്നു MEC? നമ്മളിപ്പോ പറഞ്ഞത് തന്നെ MEC എന്താണ്? യെസ്, ഒരു എക്സ്പെക്ടഡ് റിട്ടേൺ ആണ്. ഒരു യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് എക്സ്പെക്ടഡ് റിട്ടേൺ എത്രയാ കിട്ടണേന്നുള്ള ഓവറേജ് സ്കോർസ് എത്രയാണ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ എ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് MEC എന്ന് പറയുന്നത്. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ ബി. The ninth question, Keynes believed investment depends heavily on എന്തിലാ? Keynes believed investment depends heavily on എന്തിലാണ് കെയ്ൻസ് ഇൻവെസ്റ്റ്മെന്റിനെ ചെയ്യുന്നത്? Keynes believed investment depends heavily on അതായത് കെയ്ൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് സൈക്കോളജിക്കൽ എക്സ്പെക്ടേഷൻസ് ആണ് കൂടുതലും ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്. സൈക്കോളജിക്കൽ എക്സ്പെക്ടേഷൻ, അതായത് ഇപ്പൊ കെയ്ൻസിന്റെ തിയറിയിൽ നമുക്കൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടെർമിനോളജി കാണാൻ പറ്റും, ആനിമൽ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ കെയ്ൻസ് കൂടുതലും എംഫസൈസസ് കൊടുത്തേക്കുന്നത് ഈ ആനിമൽ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്നുള്ള ഒരു കമ്പോണന്റിനാണ്. അതായത് സൈക്കോളജിക്കൽ എക്സ്പെക്ടേഷൻ ആണ് കൂടുതലും ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ എമംഗ് ദീസ് ഓപ്ഷൻ നമ്മുടെ പാസ്റ്റ് ഇൻകം ട്രെൻഡ്സോ അല്ലെങ്കിൽ പ്രൈസ് കൺട്രോൾസോ ഒന്നും അല്ല ഇൻവെസ്റ്റ്മെന്റിനെ കൂടുതലായിട്ടും എഫക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഡെഫിസിറ്റ്സ് ഒന്നുമല്ല. ഓരോ ഇൻഡിവിജ്വൽസിന്റെ ബിസിനസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് കോൺഫിഡൻസ് അതാണ് കൂടുതലും ഇൻവെസ്റ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യണത്. ഇപ്പോൾ അയാൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഗിവൺ പ്രോജക്റ്റ്, ഒരു ബിസിനസ് പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ എക്സ്പെക്ടേഷൻസ് ഉണ്ടെന്നാണെങ്കിൽ ഹി വിൽ ഇൻവെസ്റ്റ് എന്നുള്ള ഒരു സൈക്കോളജിയാണ് കെയ്ൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ആനിമൽ സ്പിരിറ്റ്സിന്റെ ഒരു കമ്പോണന്റ് ആണ് കെയ്ൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ബിസിനസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് കോൺഫിഡൻസ് എന്നുള്ള ഒരു കമ്പോണന്റ്. So among these option C is the right answer, business expectation and confidence. 10th question, investment continues until, according to Keynes ആണ്, according to Keynes ഇൻവെസ്റ്റ്മെന്റ് ഏത് പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് കെയ്ൻസ് പറയുന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് കെയ്ൻസ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കെയ്ൻസ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഇൻവെസ്റ്റ്മെന്റ് വിൽ കണ്ടിന്യൂ. ഏത് പോയിന്റ് വരെയാണ്? അതായത് കെയ്ൻസിന്റെ തിയറി പ്രകാരം എന്താണ്, നമ്മുടെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വിൽ സ്റ്റോപ്പ് വെൻ ഈ ഒരു MEC ഈക്വൽസ് ടു കോസ്റ്റ് ഓഫ് ബോറോയിങ്. കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനാണ് കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ MECയും ഇൻട്രസ്റ്റ് റേറ്റും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിന്റെ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽസ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ എന്താ പറയാ, ബോറോ ചെയ്യുന്നതിന്റെ കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ് വരെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. അതിന്റെ എബവ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു നെഗറ്റീവ് ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, റിട്ടേൺസ് കുറയും. മോർ ദാൻ MEC ആയി കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ കുറയും. അപ്പൊ continue until MEC equal to interest rate. Option B is the right answer. A fall in interest rate according to Keynes would. 11th question, a fall in interest rate according to Keynes would എന്തിലോട്ട് ലീഡ് ചെയ്യും? A fall in interest rate according to Keynes would lead to lower interest rate ആകുമ്പോഴേക്കും എന്താണ്, lower interest rate reduce the cost. interest rate എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ബോറോയിങ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ എന്താണ്, നമ്മുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ്ങും റെഡ്യൂസ്ഡ് ആണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താണ്, മോർ പ്രോഫിറ്റബിൾ ആണ് നമുക്ക് കിട്ടുന്നത്. യെസ്, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ലീഡ് ടു മോർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറയുന്നതനുസരിച്ച് നമുക്ക് മോർ പ്രോഫിറ്റബിൾ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മോർ പ്രോഫിറ്റബിൾ ബേസിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മോർ ഇൻവെസ്റ്റ്മെന്റിലോട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, ലീഡ്സ് ടു more investment. 12th question, the Keynesian investment function is generally, the Keynesian investment function is generally എങ്ങോട്ടുള്ള സ്ലോപ്പ് ആണ്, എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണെന്ന് നോക്കിയാൽ മതി. കെയ്ൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനിൽ എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയുന്നത്? ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് MECയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിന് ഒബ്വിയസ്ലി എങ്ങനത്തെ ഗ്രാഫാണ്? നമ്മുടെ ഡിമാൻഡ് എല്ലാം ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും മറ്റേ വേരിയബിൾ ഡിക്രീസ് ചെയ്യണം. ഇപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ Keynesian ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ഇസ് ജനറലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വിത്ത് ഇൻട്രസ്റ്റ്. അതായത് as interest rate increases, investment falls. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. യെസ്, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്. 13th question, in the Keynesian theory, uncertainty and animal spirit affect. എന്തിനെ എഫക്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഒരു റിവേഴ്സ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ദ Keynesian theory, uncertainty and animal spirits affect. എന്തിനെ എഫക്ട് ചെയ്യുന്നത്?
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഏത് ബിസിനസ് എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യണേന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യണേന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ബിസിനസ് എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കമ്പോണന്റ് എന്നുള്ള രീതിയിൽ നയൻത് ക്വസ്റ്റ്യനിൽ കെയ്ൻസ് ബിലീവ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിപെൻഡ്സ് ഹെവിലി ഓൺ ബിസിനസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതായത് ഈ ഒരു ബിസിനസ് എക്സ്പെക്ടേഷൻ ആൻഡ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ ഒരു ആനിമൽ സ്പിരിറ്റ്സിനാണ്. കെയ്ൻസ് പ്രൊപ്പഗേറ്റ് ചെയ്ത ആനിമൽ സ്പിരിറ്റ്സ് എന്നുള്ള ഒരു കമ്പോണന്റ് ആണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു റിവേഴ്സ് ക്വസ്റ്റൻ ആണ് ഇത്. ഇൻ ദ കെയ്നീഷ്യൻ തിയറി അൺസർട്ടനിറ്റി ആൻഡ് ആനിമൽ സ്പിരിറ്റ്സ് എഫക്ട് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അഫക്ട് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, 13th one ഓപ്ഷൻ സി, അതായത് അൺസർട്ടനിറ്റി ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ ഡയറക്ട്ലി ഇമ്പാക്ട് ഫേംസ് ഇൻവെസ്റ്റ്മെന്റ് ചോയ്സസ്. Okay. Now 14th question, 15th question. 14th question. The term animal spirits in investment refers to. The term animal spirits in investment refers to. എന്താണ് animal spirits എന്നുള്ളത്? അതായത് കെയ്ൻസ് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് എന്താ പറയുക, ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ഒപ്റ്റിമിസം അല്ലെങ്കിൽ പേഴ്സിസം ആണ് നമ്മുടെ എക്കണോമിക് ഡിസിഷനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഒരു കമ്പോണന്റ് ആണ്. ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു സൈക്കോളജിക്കൽ കമ്പോണന്റ് ആണ് ഈ ആനിമൽ സ്പിരിറ്റ്സ് കൊണ്ട് കെയ്ൻസ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഒപ്റ്റിമിസം അല്ലെങ്കിൽ പെസിമിസം, അതായത് ഒരു ഇക്കണോമിക് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ സൈക്കോളജി ഓർ ഇൻവെസ്റ്റർ കോൺഫിഡൻസ്, അതാണ് ഈ ആനിമൽ സ്പിരിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ എൻവയോൺമെന്റ് പോളിസീസ് അല്ല, അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ല. നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് കൺസ്യൂമേഴ്സിനെ കുറച്ചും കൂടി ഡിഫൈൻ ചെയ്തിട്ട് ഒരു ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കോൺഫിഡൻസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഡിസിഷൻ എടുക്കുമ്പോഴേക്കും ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു പെസിമിസം അല്ലെങ്കിൽ ഒപ്റ്റിമിസം ഇൻസ്റ്റിങ്ക്റ്റിനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, 15th question. MEC curve is generally എങ്ങനെയായിരിക്കും? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കർവ്. അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതായത് ക്യാപിറ്റൽ ഇൻക്രീസസ് എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് MEC ഡിക്ലൈൻ ചെയ്യുകയാണ്. എന്താ റീസൺ? നമ്മുടെ ഡിമിനിഷിംഗ് റിട്ടേൺസ് കാരണം മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യണം. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് MEC വിൽ ഡിക്ലൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് MEC കർവ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. MEC curve is generally downward sloping. 16th question. MEC falls below the interest rate, firms will. If MEC, marginal efficiency of capital, falls below the interest rate, firms will എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഇത് കണ്ടിന്യൂ ഇൻവെസ്റ്റ്മെന്റ് ആണോ, അതല്ലെങ്കിൽ റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ആണോ, സ്റ്റോപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണോ, എങ്ങനെയാണ്? Yes, stop investing because MEC below interest rate എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എക്സീഡ്സ് റിട്ടേൺ ആണ്. അതായത് കോസ്റ്റ് ഓഫ് ബോറോയിങ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലും നമുക്ക് കിട്ടുന്ന റിട്ടേൺ കുറവുമാവുന്ന സിറ്റുവേഷൻ ആണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്. MEC ഫോളോ ചെയ്യണം. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ കുറയുകയും ആൻഡ് അറ്റ് ദ സെയിം ടൈം കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഫേംസ് എക്സ്പീരിയൻസ് ചെയ്യണത്? നോ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ എന്താ പറയാ ലോസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. 17th question.
The simple accelerator theory relates investment to next set of question നമ്മുടെ accelerator theory ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് തിയറീസിൽ accelerator theory ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. The 17th question, the simple accelerator theory relates to എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആക്സിലറേറ്റർ തിയറി ഹൈലൈറ്റ് ചെയ്യുന്നത്? അതായത് ഇൻവെസ്റ്റ്മെന്റിന് ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറഞ്ഞിട്ടാണ്. ചേഞ്ച് ഇൻ ഇൻകം ഓർ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലാണ് ആക്സിലറേറ്റർ തിയറിയിൽ പറയുന്നത്. അതായത് എത്രയാ അതിന്റെ ലെവൽ എന്നുള്ളതല്ല, എത്രത്തോളം ആണ് അതിന്റെ ലെവൽ എന്നുള്ളതല്ല, അതിലുപരി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ചേഞ്ച് ഇൻ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആണ് ഇൻവെസ്റ്റ്മെന്റിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ഔട്ട്പുട്ട്, മോർ ഔട്ട്പുട്ട് വേണമെന്നാണെങ്കിൽ മോർ ക്യാപിറ്റൽ വേണം. ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ വി നീഡ് മോർ ക്യാപിറ്റൽ. ഇപ്പൊ സിമ്പിൾ ആക്സിലറേറ്റർ തിയറിനെ റിലേറ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യണത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിനെ റിലേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. 18th question. According to accelerator theory, when output rises, investment എങ്ങനെയായിരിക്കും? According to accelerator theory, when output rises, investment ഇത് ഹയർ ഡിമാൻഡ് വരാണ്. In order to meet higher demand, firms എന്ത് ചെയ്യും? ഫേംസ് നമുക്ക് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഫേംസ് എന്ത് ചെയ്യും? ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻക്രീസ് ചെയ്യും. അപ്പോഴാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അക്കോർഡിംഗ് ടു ആക്സിലറേറ്റർ തിയറി, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഹയർ ഡിമാൻഡ് ആണ്. ഹയർ ഡിമാൻഡ് വരുവാണ്. അപ്പൊ ഹയർ ഡിമാൻഡ് വരുമ്പോഴേക്കും in order to meet higher demand നമുക്ക് ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻക്രീസ് ചെയ്യണം. ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ഇൻക്രീസ്. യെസ്, ഓപ്ഷൻ ബി is the right answer. Investment increases. The formula investment theory equal to alpha yt minus yt minus 1 represent which theory? ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ഇതൊരു എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റ് റെസ്പോൺസിനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ. അതായത് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ റെസ്പോൺസ് ചെയ്യണം ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിലെ ചേഞ്ച് ആണ് ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യണത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആക്സിലറേറ്റർ തിയറി ആണ്. അതായത് അസൈൻമെന്റ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് റെസ്പോണ്ട് ചെയ്യുവാണ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിനോട് ഓവർ ടൈം. അതായത് ടി പീരീഡ് ഓഫ് ടൈമിൽ T-1 എങ്ങനെ റെസ്പോണ്ട് ചെയ്യണു എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഇതിനകത്ത് കൊടുക്കുന്നത്. സിമ്പിൾ ആക്സിലറേറ്റർ തിയറിയിലാണ് ഈ ഒരു ഫോർമുല നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യണത്. IT equal to alpha yt minus yt minus 1 represent simple accelerator theory. Option C is the right answer. 20th question. The accelerator theory assumes a direct relationship between എന്തിലോട്ടുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ആക്സിലറേറ്റർ തിയറി പറയണത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഏത് എന്തായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനിനകത്തില്ലായിരുന്നു. അതായത് നമ്മുടെ എന്താണ്, ഔട്ട്പുട്ട് റൈസ് ചെയ്യുമ്പോഴേക്കും ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുവാണ് അല്ലെ? അതൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യാണ്. സോ യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഔട്ട്പുട്ട് ചേഞ്ച് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇത് തമ്മിലുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ആക്സിലറേറ്റർ തിയറി അസ്യൂം ചെയ്യണത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.
ഇൻവെസ്റ്റ്മെന്റ് റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ഇൻകം, നോട്ട് ദി ഇൻട്രസ്റ്റ് റേറ്റ്. കെയ്നീഷ്യനിൽ എന്തായിരുന്നു ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരാനുള്ള റീസൺ എന്തായിരുന്നു? കെയ്ൻസ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റും ഇൻട്രസ്റ്റ് റേറ്റും നമ്മളൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, ഔട്ട്പുട്ട് ആയിട്ടാണ്, ഇൻവെസ്റ്റ്മെന്റിനെ ഔട്ട്പുട്ട് ആയിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. Next option, 21st question. What does the accelerator coefficient alpha indicates? What does the accelerator coefficient alpha indicates? Yes. Response to investment to income change. അതായത് ഹയർ ആക്സിലറേറ്റർ കോഎഫിഷ്യന്റ് ആണെങ്കിൽ എന്താ മീൻ ചെയ്യണത്? ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടു ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് റെസ്പോൺസസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടു ഇൻകം ചേഞ്ചസ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. റെസ്പോൺസസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടു ഇൻകം ചേഞ്ച്. 22nd question. Which of the following is a limitation of the accelerator model? Which of the following is a limitation of the accelerator model? Which of the following is a limitation of the accelerator model? ഏതാണ്? ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ഏതാണ് ഇതിനകത്ത്? നമ്മൾ ഇതിനകത്ത് അസ്യൂം ചെയ്യുന്നത് ഒരു അസംഷൻ എന്താണ്? ഔട്ട്പുട്ട് ചേഞ്ചസ് ആ പ്രഡിക്റ്റബിൾ ആണ് നമ്മൾ പറയുന്നുണ്ട് അസംഷനിൽ, അല്ലേ? അതായത് അതൊരു മേജർ ലിമിറ്റേഷൻ ആയിട്ടാണ്. അതായത് ഫേംസ് അക്യുറേറ്റ്ലി പ്രഡിക്റ്റ് ചെയ്യുന്നവരുണ്ട്. വി അസ്യൂം ദാറ്റ് ഫേംസ് അക്യുറേറ്റ്ലി ഫോർകാസ്റ്റ് ചെയ്യും ഫ്യൂച്ചർ ചേഞ്ചസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഓർ ഔട്ട്പുട്ട് ഫേംസ് പ്രഡിക്റ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ അത് ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യണത്. കാൽക്കുലേറ്റർ മോഡലിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് ഇത്. നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പ്രഡിക്ഷൻസ് ഓൾവേസ് റൈറ്റ് ആവണം എന്നില്ല. ഓക്കെ, അപ്പൊ അസ്യൂംസ് ഔട്ട്പുട്ട് ചേഞ്ചസ് ആർ പ്രഡിക്റ്റബിൾ എന്നുള്ള ഒരു ഇതാണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ്. ലിമിറ്റേഷൻ ഓഫ് ആക്സിലറേറ്റർ മോഡലിന്റെ ലിമിറ്റേഷൻ ഇതാണ്. The 23rd question. In flexible accelerator model, firms adjust investment based on flexible accelerator model, firms adjust investment based on flexible model, firms adjust investment based on അതായത് ഫേംസ് ആക്ച്വലി എന്താണ് ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ടാണ്. അതായത്
വാട്ട് ക്യാപിറ്റൽ ദേ വാണ്ട്, അതേപോലെ തന്നെ വാട്ട് കറന്റ്ലി ദേ ഹാവ്. ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ക്ലൂസ് ചെയ്യാനായിട്ടാണ് ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. യെസ്, ഓപ്ഷൻ ബി, അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിസൈർഡ് ആൻഡ് ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. ആ ഒരു ഗ്യാപ്പാണ് ഫ്ലെക്സിബിൾ ആക്സിലറേറ്റർ മോഡലില് ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അഡ്ജസ്റ്റ് ചെയ്യണത്. ഓക്കെ, ഫേംസ് അഡ്ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിസൈർഡ് ആൻഡ് ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഓപ്ഷൻ ബി is the right answer. 24th question. Accelerator theory can leads to. Accelerator theory can leads to. Accelerator theory can leads to. That accelerator theory basically എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഔട്ട്പുട്ട് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്. ഇൻവെസ്റ്റ്മെന്റും ഔട്ട്പുട്ട് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ആക്സിലറേറ്റർ തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നുള്ള ഒരു ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ഡിമാൻഡിൽ സംഭവിച്ചു കഴിഞ്ഞാല് അത് ഇൻവെസ്റ്റ്മെന്റിനെ അത് എഫക്ട് ചെയ്യും, ഇല്ലേ? അപ്പൊ ആക്സിലറേറ്റർ തിയറിയിൽ എന്തെങ്കിലും ഒരു ഡിമാൻഡിൽ ഒരു ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ സംഭവിക്കുകയാണെങ്കിൽ അത് ഇമീഡിയറ്റ്ലി ഇൻവെസ്റ്റ്മെന്റിനെയും എഫക്ട് ചെയ്യും. അപ്പൊ ആക്സിലറേറ്റർ തിയറി ഒരു ഹൈലി വോളറ്റൈൽ ആണ്, അല്ലെ? അതായത് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺസിനെ ഹൈലി വോളറ്റൈൽ ആയിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺസ് ആണ് ആക്സിലറേറ്റർ തിയറി ലീഡ് ചെയ്യണത്. ബിക്കോസ് അത് ഔട്ട്പുട്ടിനെ മറ്റേന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ തന്നെ MECനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യണത്. ഇവിടെ ആക്സിലറേറ്റർ തിയറിയിൽ എന്താണ്, ഔട്ട്പുട്ട് ചേഞ്ചും ഇൻവെസ്റ്റ്മെന്റും ആണ് കണക്ട് ചെയ്യണത്. അപ്പൊ അത് എന്താണ്, ഹൈലി വോളറ്റൈൽ ആണ്. ഒരു ഇൻക്രീസോ ഡിക്രീസോ ഡിമാൻഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ഇൻവെസ്റ്റ്മെന്റിനെ അഫക്ട് ചെയ്യും. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിലോട്ടാണ് ആക്സിലറേറ്റർ തിയറി ലീഡ് ചെയ്യുന്നത്. ഓപ്ഷൻ സി. 25th question. The neoclassical theory of investment was mainly developed by. Yes, Robert Solow and Dale Jobson ആണ് ഇൻവെസ്റ്റ്മെന്റ് തിയറി ഈ തിയറി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. Neoclassical theory is developed by Robert Solow and Dale Jobson. 26th question. According to neoclassical theory, investment depends on. Neoclassical theory പ്രകാരം ഇൻവെസ്റ്റ്മെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്തത്? നമ്മളിപ്പോ ആദ്യം ഡിസ്കസ് ചെയ്ത കെയ്ൻസ് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ MEC ആയിരുന്നു. സെക്കൻഡ് വണ്ണില് ഔട്ട്പുട്ട് ചേഞ്ചും ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. തേർഡ് വണ്ണിൽ എന്താണ്? നിയോക്ലാസിക്കൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? യെസ്, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലും യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഫേംസ് ഇൻവെസ്റ്റ് അൺടിൽ ഏത് പോയിന്റ് വരെയാണ്? ഈ MPK, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഈക്വൽസ് ടു ഇറ്റ്സ് കോസ്റ്റ്. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരെ ഈക്വൽ ആകുന്ന പോയിന്റ് വരെയാണ് ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. MPK ഈക്വൽ ടു യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഇൻട്രസ്റ്റ് വരാം. ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ എല്ലാമാണ് യൂസർ കോസ്റ്റ്. അതായത് ഒരു ക്യാപിറ്റലിന് ഇൻകർ ചെയ്യുന്ന ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് കോസ്റ്റ്, അതെല്ലാമാണ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ബെനിഫിറ്റ് ഫ്രം ക്യാപിറ്റലും ഈക്വൽ ആകുന്ന പോയിന്റ് വരെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു നിയോക്ലാസിക്കൽ തിയറി ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ രണ്ട് components are. Option C is the right answer. Then 27th question. What is the user cost of capital?
യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അതായത് കോസ്റ്റ് ഓഫ് യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ, അതായത് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ഒക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അത് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കോസ്റ്റ് ഓഫ് യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ, ഇൻ നിയോ ക്ലാസിക്കൽ തിയറി ഫേംസ് ഇൻവെസ്റ്റ് അൺടിൽ ഏത് പോയിന്റ് വരെയാ ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഏത് പോയിന്റ് വരെയാണ് ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് ചെയ്ത് പോയിന്റ് വരെയാണ്? യെസ്, എം പി കെ ഈക്വൽ ടു യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് തന്നെ ആ ഒരു പോയിന്റ് വരെയാണ് ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് വരെയും അവർക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും കിട്ടുന്നത്. സോ ദേ വോണ്ട് കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ്. So option B is the right answer. MPK equal to user cost of capital. Then 29th question. The neoclassical model assumes. The neoclassical model assumes. Last question ഏതാ? User cost of capital question ആണോ? ഈ question ആണോ? What is the user cost of capital? Cost of using an additional unit of capital including depreciation and interest. 27th question. Okay. ക്ലിയർ ആണോ അത്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റ്. നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ് അതിനകത്ത് കൺസിഡർ ചെയ്യണത്. അതായത് നമുക്ക് ഒരു ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഡിപ്രീസിയേഷൻ ഇൻകർ ചെയ്യും. അതേപോലെ തന്നെ അതിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു എന്താ പറയുക എക്സ്പെൻസസ് ഒക്കെയാണ് യൂസർ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന റിട്ടേണും അതേപോലെ തന്നെ നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, അത് രണ്ടും ഈക്വൽ ആകുന്ന പോയിന്റ് വരെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ യൂസർ കോസ്റ്റ് കൂടുതലാണ്, നമുക്ക് കിട്ടുന്ന റിട്ടേണിനേക്കാളും യൂസർ കോസ്റ്റ് കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് നമുക്ക് എക്സ്പെൻസസ് കൂടുതലായിരിക്കും, റിട്ടേൺസ് കുറവായിരിക്കും. അപ്പൊ ഇത് ഈക്വൽ ആകുന്ന പോയിന്റ് വരെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇന്ത്യയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ദെൻ 29th question. 29th question. The neoclassical model assumes. Neoclassical model assume ചെയ്യുന്നത് എന്താണ്? മെയിൻലി assume ചെയ്യുന്നത് neoclassical model assume constant marginal productivity ആണ് assume ചെയ്യുന്നത്. മേജർ അസംഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ബി അല്ല. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതായത് neoclassical model assume ചെയ്യുന്നത് ഫുള്ളി ഫ്ലെക്സിബിൾ പ്രൈസസ് അതേപോലെ തന്നെ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് assume ചെയ്യുന്നത്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതേപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റും ആണ് neoclassical മോഡലിന്റെ മെയിൻ ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ.
Perfect competition and full employment. അതായത് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ് ന്യൂ ക്ലാസിക്കൽ മോഡൽ അസ്യൂം ചെയ്യുന്നത്. അതായത് ബോത്ത് ഫാക്ടർ മാർക്കറ്റ്സ്, അതായത് ലേബർ ആൻഡ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ പ്രോഡക്റ്റ് മാർക്കറ്റ്സും ഇത് രണ്ടും കോമ്പറ്റീറ്റീവ് ആയിരിക്കും. എന്നാൽ മാത്രമേ ഫേംസ് ആൻഡ് കൺസ്യൂമേഴ്സിന് പ്രൈസ് ടേക്കേഴ്സ് ആവാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ പ്രൈസസ് ആണ്. പ്രൈസസും വേജസും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ഹൈലി ഫ്ലെക്സിബിൾ ആണ്, പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ ഇത് ഫുൾ എംപ്ലോയ്മെന്റ് എൻഷുർ ചെയ്യാനായിട്ടാണ് ഫ്ലെക്സിബിൾ പ്രൈസസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽസ് പറഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞില്ലേ പ്രൈസസും വേജസും ഫ്ലെക്സിബിൾ ആവുന്നതുകൊണ്ടാണ് ഫുൾ എംപ്ലോയ്മെന്റ് അവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് ന്യൂ ക്ലാസിക്കൽ മോഡലിലും പറയണത് ഫ്ലെക്സിബിൾ പ്രൈസസ് ആണ് ഇൻ ഓർഡർ ടു എൻഷുർ ഫുൾ എംപ്ലോയ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രൈസ് സ്റ്റിക്കിനെസ് അല്ലെങ്കിൽ റിജിഡിറ്റിയും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. സ്റ്റിക്കി പ്രൈസസ് എന്നുള്ളത് ഒരു അസംഷൻ അല്ല. ബിക്കോസ് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് ന്യൂ ക്ലാസിക്കൽ മോഡൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസിലും വേജസിലും റിജിഡിറ്റി ഉണ്ടാവത്തില്ല. പിന്നെ എക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യണത്. അതായത് ലേബേഴ്സ് ആവട്ടെ ക്യാപിറ്റൽ ആവട്ടെ ഇതെല്ലാം ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതേപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി കോൺസ്റ്റന്റ് ആയിട്ടല്ല നമ്മൾ അസ്യൂം ചെയ്യണത് ഇവിടെ. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? 30th question. Neoclassical investment theory is mostly എന്ത് ഡ്രിവൺ ആണ്? നമ്മള് ന്യൂക്ലാസിക്കൽ എന്തായിരുന്നു? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതേപോലെ തന്നെ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി അതിനേക്കാണ് ന്യൂക്ലാസിക്കൽ മോഡലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ എന്താണ് സപ്ലൈ ഡ്രിവൺ ആണ്, നോട്ട് ഡിമാൻഡ് ഡ്രിവൺ അല്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ടെക്നോളജി, ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഇതിലൊക്കെയാണ് നമ്മൾ ന്യൂക്ലാസിക്കൽ മോഡലിൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സപ്ലൈ ഡ്രിവൺ ആണ്. ന്യൂക്ലാസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് തിയറി is mostly supply driven. Option B is the right answer. 31st question. An increase in tax on capital good is good in neoclassical theory will എന്ത് സംഭവിക്കും? An increase in tax on capital goods in neoclassical theory will an increase in tax on capital goods in neoclassical theory will യെസ്, ടാക്സ് ക്യാപിറ്റൽ ഗുഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ യൂസർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെ? യൂസർ കോസ്റ്റ് ടാക്സ് ക്യാപിറ്റൽ ഗുഡ്സിൽ ഇമ്പോസ് ചെയ്യുമ്പോഴേക്കും യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ്. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്? പ്രോഫിറ്റബിലിറ്റി കുറയും. പ്രോഫിറ്റബിലിറ്റി കുറയുമ്പോഴേക്കും ഫേംസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ നോക്കും, കട്ട് ബാക്ക് ചെയ്യാനായിട്ട് നോക്കും. സോ it will reduce investment. Option D is the right answer. കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുമ്പോഴേക്കും ആ ഒരു കണക്ഷനിലോട്ട് വന്നിട്ട് ആണ് നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത്. റിഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണ്? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് കമ്പോണന്റ് ആണ് ഇതിനകത്ത്? ഇൻട്രസ്റ്റ് റേറ്റ് ഓബ്വിയസ്ലി നമ്മൾ യൂസർ കോസ്റ്റിൽ വരുന്ന സംഭവമാണ്. ഒരു ക്യാപിറ്റലിലെ ഇൻട്രസ്റ്റ് റേറ്റും ഡിപ്രീസിയേഷനും ഒബ്വിയസ്ലി വരുന്ന സംഭവമാണ്. ദെൻ ഏതാ ഇൻക്ലൂഡ് അല്ലാത്തത്? പ്രൈസ് ഓഫ് ക്യാപിറ്റലും അതിനകത്ത് വരുന്നുണ്ട്. ദെൻ യെസ്, ഓപ്ഷൻ സി ഔട്ട്പുട്ട് ലെവൽ ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അതായത് ഔട്ട്പുട്ട് ലെവൽ എന്തിനെ എഫക്ട് ചെയ്യുന്നത്? ഡിമാൻഡിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ലെവൽ അഫക്ട്സ് ഡിമാൻഡ്, യൂസർ കോസ്റ്റിനെ അത് എഫക്ട് ചെയ്യണില്ല. ഓക്കെ, സോ ഓപ്ഷൻ
സി ഇസ് ദ റൈറ്റ് ആൻസർ. യൂസർ കോസ്റ്റിനെ എഫക്ട് ചെയ്യണത് പ്രൈസും ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ആണ് യൂസർ കോസ്റ്റിനെ എഫക്ട് ചെയ്യണത്. ഔട്ട്പുട്ട് ലെവൽ ഡിമാൻഡിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇത്രയുമാണ് ഇത് 3 തിയറീസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് തിയറീസിലെ ഫംഗ്ഷനിലെ 3 തിയറീസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റിനിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ കെയ്നീഷ്യന്റെ ഇൻവെസ്റ്റ്മെന്റ് തിയറി, ദെൻ ആസിഡ് തിയറി, അതേപോലെ തന്നെ നിയോ ക്ലാസിക്കൽ തിയറി, 3 തിയറിയുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഇത്രയുമായിട്ട് കൺഫൈൻഡ് അല്ല. ഒരു കുറെ ലാർജ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ ഓൺലി 32 ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തേക്കുന്നത്. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ടൈം കിട്ടുന്നത് പോലെ ഈ ഏരിയയിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.